ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു ഏണിംഗ് മെത്തേഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കൊറോണ വന്ന ടൈമൊക്കെ ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയങ്ങളിൽ കൂടുതൽ ആളുകളും യൂട്യൂബ് മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല നല്ല കോണ്ടൻ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കൊന്നും എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കീവേഡ്സ് ആഡ് ചെയ്യാം മുതലായ കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് tubebuddy എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഫീച്ചേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു വീഡിയോക്ക് എന്തൊക്കെ SEO, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ടേംസ് എങ്ങനെ അതിൻ്റെ ഹൈ വാല്യൂ ഉള്ള ടേംസ് ഒക്കെ എടുക്കാം, അതുപോലെ തന്നെ ഡാറ്റ റിസർച്ച് എങ്ങനെ ചെയ്യാം, എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം മുതലായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനും വെബ്സൈറ്റുമാണ് ഈ tubebuddy എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതെല്ലാം വളരെ ഫേമസ് ആയ യൂട്യൂബേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെയാണ്. ഇവരെല്ലാം ഇവരുടെ ചാനലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഈ ഒരു tubebuddyയുടെ ഒരുപാട് വീഡിയോസ് എല്ലാം ഇവർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും, കാരണം അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു tubebuddy എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം നമുക്ക് ലഭിക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ tubebuddy എന്ന് പറയുന്ന വെബ്സൈറ്റ് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത് 30% മുതൽ 50% വരെ നമുക്ക് ഏണിങ്സ്, നമ്മൾ സെയിൽ ചെയ്യുന്ന ഓരോ ഇവരുടെ പ്രോഡക്റ്റിൻ്റെയും 50% വരെ ഏണിങ്സ് ലഭിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർവീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബേഴ്സിന് ഉപകാരമുള്ളതായത് കാരണം പുതിയ പുതിയ യൂട്യൂബേഴ്സ് എല്ലാം ഇത് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഫ്രീ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ക്രോമിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ കൂടുതൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും ആഡ് ചെയ്ത പ്രൈസിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പ്രൈസിങ് ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതെല്ലാം മന്ത്ലി പേയ്മെൻ്റ് ആണ്. ഏറ്റവും കുറവെന്ന് പറയുന്നത് $9 ആണ്. പിന്നീട് മീഡിയം വരുന്നത് 19, ലെജൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ $49 ആണ് പെർ മന്ത് വരുന്നത്. അപ്പോൾ ഓരോ ആളുകളെയും റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ 30% മുതൽ 50% വരെ കമ്മീഷനായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. ഇതൊരു വൺ ടൈം പേയ്മെൻ്റ് ഒന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു വെബ്സൈറ്റ് ഓഫർ ചെയ്യുന്നത് വളരെ നല്ലൊരു സർവീസാണ്. ഇപ്പോൾ നമ്മളുടെ ചാനലിൽ കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നതനുസരിച്ച് നമുക്കും അതിൻ്റെ വരുമാനം ലഭിക്കും. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു ഇവരുടെ സർവീസ് കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിത് റെക്കറിങ് പേയ്മെൻറ്റ്, അതായത് വൺ ടൈം കമ്മീഷനല്ല നമുക്ക് കിട്ടുന്നത്, എല്ലാ മാസവും നമുക്ക് ഇതുപോലെ പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും ഓരോ ആളുകളെയും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ സൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു പേപ്പാൽ ID വേണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഏണിങ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ ലോഗ്ഡ് ഇൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഇവിടെ ഒരു യൂസർ നെയിം കൊടുക്കാൻ. ആ ഒരു സെക്ഷനിൽ നിങ്ങളുടെ യൂസർ നെയിമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് ഇതുപോലെ സജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ താഴെ പേപ്പാൽ ID കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ പേപ്പാൽ IDയും കൂടി കൊടുത്ത് സേവ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സെക്ഷനിലേക്കായിരിക്കും വരുന്നത്. ഇതായിരിക്കും നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ആയിട്ട് വരുന്നത്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് ഒരു നോട്ട് പാഡിൽ എപ്പോഴും സേവ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു അഫിലിയേറ്റ് ലിങ്കാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്താലും ഒരുപാട് സെയിൽസ് ലഭിക്കാനുള്ള 2 ട്രിക്ക് ഉണ്ട്. അതുകൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇപ്പോൾ ആദ്യത്തെ 50 പേരെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവരുടെ 30% ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. 50 പേരുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ VIP അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് പോകും. പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് 40% ആയിരിക്കും. അത് കഴിഞ്ഞ് മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് 250 ആളുകളെ നിങ്ങൾ ഇതുപോലെ tubebuddy ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം 50% അവർ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. കറക്റ്റ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ഈ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ മൊബൈൽ ഫോണിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ അഫിലിയേറ്റ് ലിങ്ക് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പുതിയ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, അതിനു മുമ്പ് മറ്റൊരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ആർട്ടിക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു PLR ആർട്ടിക്കിളാണ്. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന PLR ആർട്ടിക്കിളാണിത്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ docs.google.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട്, അതായത് ഗൂഗിൾ ഡോക്സ് ആണ്, നിങ്ങൾക്ക് ഏതൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഈ ഒരു ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും.
ഇവിടെ ഞാൻ തരുന്ന ഈ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളുടെ ലിങ്ക്, ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ബ്ലോഗ് പേജിൽ ഇടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ലിങ്ക്. ആ ലിങ്കിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കോപ്പി ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളാകെ ചെയ്യേണ്ടത് വീണ്ടും അത് കോപ്പി ചെയ്യുക, നിങ്ങളുടെ docs.google.com വരിക, കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അഫിലിയേറ്റ് ലിങ്ക് ഇതുപോലെ കോപ്പി ചെയ്തെടുക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്. അത് കാരണമാണ് ആദ്യം മുതൽ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ഹിയർ ടു സീ വാട്ട് 3 million അതർ യൂട്യൂബേഴ്സ് ആർ ഡൂയിങ് ടു ക്രഷ് ഇൻ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടെക്സ്റ്റ് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ഇവിടെ ഇൻസേർട്ട് ലിങ്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം, അതിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ ആ ഒരു ലിങ്ക് ഇവിടെ വരും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, റെഡ് ആക്കി കൊടുക്കാം, അതുപോലെ തന്നെ ബോൾഡ് ആക്കി കൊടുക്കാം. ഈ ഒരു ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സെക്ഷനിൽ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് 2-3 സ്ഥലങ്ങളിലെങ്കിലും നിങ്ങൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നാണ്. അതുപോലെ ലാസ്റ്റ് സെക്ഷനിലും ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിത് മറ്റുള്ള ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ പ്രസ് ചെയ്യുക. ഇവിടെ ചേഞ്ച് ടു എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളിത് ഈ ഒരു ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് ഈ ടെക്സ്റ്റ് എല്ലാം കാണാൻ സാധിക്കുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഡോക്സ് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു വെബ്സൈറ്റ് ആണെങ്കിലും ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കോപ്പി ലിങ്ക് പ്രസ് ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്യുക, ദെൻ ഡൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എനിവൺ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിലും ആ ഒരു ആർട്ടിക്കിൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വെബ്സൈറ്റിലൊക്കെ ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫയലിൽ വന്നിട്ട് ഡൗൺലോഡ് കൊടുക്കാം. വേർഡ് ഫയലായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഫോർമാറ്റിലൊക്കെ PDF ആയിട്ടൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. ആ ലിങ്ക് എല്ലാം ആഡ് ആയിട്ടുണ്ടാവും, നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാം താഴെ ഡൗൺലോഡായി വരുന്നത്. അത് ഓപ്പൺ ചെയ്ത് നോക്കുക, ലിങ്ക് എല്ലാം വർക്കിംഗ് ആണോ എന്ന് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ലിങ്ക് വന്നിട്ടുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ tubebuddyയിലേക്ക് പോകും, നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ആയിരിക്കും. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും tubebuddy.com/graphicempire. ഇതിൽ ആരെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു സർവീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കമ്മീഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഫിലിയേറ്റ് സെറ്റ് ചെയ്യുന്ന ട്രിക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂട്യൂബ്, ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ് എടുക്കുന്നത്. യൂട്യൂബിൽ നിങ്ങളിപ്പോൾ സെർച്ച് ബോക്സിൽ പോയിട്ട് ഹൗ ടു ഗ്രോ എ യൂട്യൂബ് ചാനൽ എന്ന് ഒരു കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുന്ന ആളുകളെന്ന് പറയുന്നത് യൂട്യൂബ് ചാനലുള്ള ആളുകളോ അതല്ലെങ്കിൽ അവർക്ക് ചാനൽ ഗ്രോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇതുപോലുള്ള വീഡിയോസ് കൂടുതലും കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ട്രിക്ക് മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. സെക്കൻഡ് ടിപ്പ് കൂടിയുണ്ട്, അതുകൂടി കാണിച്ചു തരാം. അപ്പോൾ യൂട്യൂബ് ചാനലിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുടെ കമൻസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ചാനൽ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുക അവരുടെ. ഓക്കെ, ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് പുതിയൊരു ചാനലാണ്. ഇദ്ദേഹം അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് എബൌട്ട് പേജ് എടുക്കുക. ഇവരുടെ എബൌട്ട് പേജ് എടുക്കുമ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ മെയിൽ ID എങ്ങനെയെങ്കിലും കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ID നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇദ്ദേഹം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ID അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കമൻറ്റ്സ് നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം ഓരോരുത്തരെ സെലക്ട് ചെയ്ത് ഇതുപോലെ അവരെ കോൺടാക്റ്റ് ചെയ്യുക. ചില ആളുകളുടെ ആക്ച്വൽ ഇമെയിൽ ID കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മെയിൽ ത്രൂ മാത്രം അവർക്ക് മെയിൽ സെൻഡ് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമേഴ്സിനെ എടുക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ
മറ്റേതെങ്കിലും പ്രൊമോഷണൽ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലിങ്ക്ഡിൻ, പിൻട്രസ്റ്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ സാധാരണ രീതിയിൽ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് തന്നെയാണ്. അപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഇതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ അഫിലിയേറ്റ് ലിങ്ക് ഒന്നും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ഈ ഗൂഗിൾ ഡോക്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതിലും നമുക്കിപ്പോൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 2 ലിങ്കുകൾ, ഇതുപോലുള്ള ഹെഡിങ്ങും അതുപോലെ തന്നെ ഗൂഗിൾ ഡോക്കിൻ്റെ ഈ ഒരു ലിങ്കും കോപ്പി ചെയ്യുക. ഫേസ്ബുക്കിൽ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് പോവുക. ഇപ്പോൾ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സുള്ള ചെറിയ യൂട്യൂബേഴ്സുള്ള ഗ്രൂപ്പുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് അവരുടെ ചാനൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാനോ അതിനുള്ള ട്രിക്കും മെത്തേഡുകളൊക്കെ ആയിരിക്കും അവരതിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ ഗ്രൂപ്പുകളിലും ലക്ഷക്കണക്കിന് മെമ്പേഴ്സുള്ള ഗ്രൂപ്പുകളൊക്കെയാണ് ഇതിലുള്ളത്. ഇപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 1.9 മില്യൺ മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ യൂട്യൂബ് വ്യൂവർ സബ്സ്ക്രൈബർ, ഇത് എൻ്റെ ഗ്രൂപ്പാണ്, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ്. ഇതിൽ തന്നെ 1,17,000 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഗ്രൂപ്പുകളിലെല്ലാം നിങ്ങൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എൻ്റെ ഗ്രൂപ്പ് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലൊക്കെ ഇതുവരെ മെമ്പേഴ്സ് ആകാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുത്തു വെക്കുക. അല്ലെങ്കിൽ ഫ്രീ ആണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് നമ്മളൊന്ന് റിക്വസ്റ്റ് കൊടുത്താൽ മതി, നമ്മൾ അപ്രൂവൽ തരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മാക്സിമം ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതൊരു സ്പെസിഫിക് പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. യൂട്യൂബ് ബഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്യൂബ് ബഡി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പിലെല്ലാം നമ്മളിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പോഴപ്പോഴായിട്ട് ഒരുപാട് പേര് ഇതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 7 minutes ജസ്റ്റ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട്. ആകെ ചെയ്യേണ്ടത് ഇതിൽ വന്നിട്ട് ഒരു പോസ്റ്റ് ചെയ്യുക. ഇതുപോലെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റും നമ്മുടെ ഗൂഗിൾ ഡോക്കിൻ്റെ ആ ഒരു ലിങ്കുമാണ് നമ്മളിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. യൂട്യൂബ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജോ മറ്റു കാര്യങ്ങളോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട് പോസ്റ്റുകളിലെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജ് വേണമെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടെക്സ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കൂടി വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഒരു ഹെഡിങ്, അതിൻ്റെ താഴെ തന്നെ നമ്മളുടെ ഗൂഗിൾ ഡോക്കിൻ്റെ ലിങ്ക്, പിന്നെ ബാക്കിയുള്ള ചെറിയ ടെക്സ്റ്റും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ഫയലിലേക്ക് പോവുകയും ആ നിങ്ങളുടെ ഗൂഗിൾ ഡോക്ക് ഫയൽ ഇതുപോലെ കാണാൻ സാധിക്കുകയും ചെയ്യും. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ബ്ലോഗിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ മിനിയാന്ന് കൊടുത്ത വീഡിയോയുടെ ബ്ലോഗ് ലിങ്ക് തന്നെയായിരിക്കും. അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് സാമ്പിൾ അഫിലിയേറ്റ് സ്ക്രിപ്റ്റ് ഫോർ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഡോക്സിലേക്ക് പോകും. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോപ്പി ചെയ്ത് വേർഡ് ഫയൽ ഇട്ടിട്ട് നിങ്ങളുടേതായ രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യാം, ലിങ്ക് എല്ലാം ആഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സിലിട്ടിട്ട് ഈ ഒരു സെക്ഷൻ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം, ലിങ്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ യൂട്യൂബ് മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഓവറായിട്ടൊന്നും സ്പാം ചെയ്യേണ്ട. ഒരു 2-3 ദിവസം കൂടുമ്പോൾ 10-15 കോൺടാക്ട്സ് ഇതുപോലെ നിങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പ് മെത്തേഡും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. ഒരുപാട് പേരൊക്കെ ചെയ്യുന്ന മെത്തേഡൊക്കെ തന്നെയാണ്. അവർ ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റും വ്യത്യാസമാണ് എന്നേ ഉള്ളൂ. ഈ മെത്തേഡെല്ലാം വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് മൊബൈലിൽ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും തന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്. Thank you.